അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ ജയഫോറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്ന് ഇനി അങ്ങോട്ടുണ്ടല്ലോ നല്ല പൂക്കളുടെ സമയങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂത്ത് വലയാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് കുറച്ച് അതായത് ചെറിയൊരു ടിപ്സുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ പ്ലാന്റ് ഏതാണെന്നറിയാമോ? ഇതാണ് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു സമയത്ത് എന്ത് ഭംഗിയായിട്ടെന്ന് നമ്മുടെ ഈ ഒരു ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് കണ്ടോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചെടി ഉണ്ടല്ലോ നമ്മൾ എവിടെ നട്ടു കൊടുക്കണം എന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഞാൻ ഈ ചെടി നട്ടു കൊടുത്തേക്കുന്നത് നമ്മുടെ അതായത് മുറ്റത്തിൻ്റെ സൈഡിൽ നിലത്താണ് കേട്ടോ നട്ടിട്ടുള്ളത്. അപ്പം നിലത്ത് നട്ടപ്പം ഈ ഒരു ചെടി കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് നല്ലോണം പൂവിടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിലത്ത് നടുമ്പോൾ ഉള്ളൊരു അതിൻ്റെ മെയിനായ കാരണം നട്ടാൽ പിന്നെ ഈ മണ്ണിൽ നിന്നുള്ള സർവ്വ ന്യൂട്രിയൻസും ഈ ഒരു ചെടികൾക്ക് ലഭിക്കും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ കൈവളം ഒന്നും കൊടുക്കാതെ തന്നെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. നേരെ മറിച്ച് ഞാൻ അവിടെ നമ്മൾ പോട്ടിലൊരു ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്തേക്കുന്ന ചെടി. അപ്പോൾ ഈ പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഒരു വളം മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു വളർച്ചയുടെ മാറ്റം കണ്ടോ. അപ്പോൾ പരമാവധി നല്ല സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ മണ്ണ് നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെടികൾ വളരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടികൾക്കൊക്കെ ഇപ്പം നമ്മുടെ സ്വാഭാവികമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വളം കൊടുക്കൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെടീനെ നല്ല ഭംഗിയായിട്ട് തന്നെ ആക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ അതായത് പൂക്കളെ ഇഷ്ടമുള്ളവർ ഇതുപോലത്തെ ചെടികളൊക്കെ വാങ്ങി നടുവാണെങ്കിൽ എപ്പോഴും എന്താ പറയുക നിറച്ച് പൂക്കളായിരിക്കും കേട്ടോ. അത് മാത്രമല്ല ഇതുപോലത്തെ നമ്മൾ നടുമ്പം ഒരു 2-3-4 പ്ലാന്റ് ഇങ്ങനെ അടുപ്പിച്ച് നട്ടു കൊടുക്കണം. അപ്പോൾ ഇതിലെല്ലാം ഒരേപോലെ പൂക്കൾ വിരിയുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കും കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്, കുറച്ചും കൂടെ ചെടികളൊക്കെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ നിറച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് കൊടുക്കുന്ന ആ ഒരു വളം കാണാം കേട്ടോ. അതായത് നമ്മൾ ചെടികൾക്ക് ഇതുപോലെയുള്ള ഈ ഒരു പൂക്കൾ വരുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ കാണിച്ചു കൊടുക്കുന്ന വളങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതായത് ഇനി അങ്ങോട്ട് നിരന്തരമായിട്ട് ചെടികൾ നിറച്ച് പൂവിടും കേട്ടോ. ഈ ഒരു ചെടി ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണോ സൂര്യപ്രകാശം ലഭിക്കുന്നത് അവിടെ വേണം കേട്ടോ ഈ ഒരു ചെടി നടാനായിട്ട്. അപ്പോൾ ഇതിന് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പൂക്കളിങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി നമ്മുടെ ചെടികൾ നല്ലോണം പൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളമാണ് ഇതുണ്ടല്ലോ. നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഞാൻ നമ്മുടെ കടലപ്പിണ്ണാക്കില്ലേ, അതായത് കപ്പലണ്ടി പിണ്ണാക്ക് നല്ലോണം നമ്മുടെ കൈക്ക് ഒരു 2 വാളം എടുത്തിട്ട് ഇതിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് 1 ദിവസം 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ പുളിച്ച് കിട്ടും. അപ്പം അങ്ങനെ നമ്മളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് എനിക്കിവിടെ ഒത്തിരി ചെടികളുള്ളത് കൊണ്ട് നമ്മുടെ അടുക്കളയിൽ നിന്നും കിട്ടുന്ന നമ്മുടെ വെജിറ്റബിളിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമ്മുടെ ചാണകം അതായത് പച്ചച്ചാണകം കൂടി ഇട്ട് നല്ലോണം ഇങ്ങനെ നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് കിട്ടുന്നത് എല്ലാം കൂടി ഒഴിച്ച് ഇതുപോലെ പുളിപ്പിക്കാൻ വെക്കും കേട്ടോ. അപ്പോൾ ഇതെനിക്കിവിടെ ഡെയിലി ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രമ്മിനകത്ത് ഒഴിച്ച് വെക്കും. അപ്പോൾ ഇതിങ്ങനെ ആവശ്യാനുസരണം നമ്മുടെ ചെടികൾക്ക് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പം ചാണകം അതായത് നമ്മൾ മിക്ക ചെടികൾക്ക് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചാണകപ്പൊടി ഒന്നും കിട്ടാനില്ലാത്തവർ ഇതേ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നിന്നും കിട്ടുന്ന പച്ചക്കറിയുടെ വേസ്റ്റും പഴത്തിൻ്റെ തോല് അങ്ങനെയെല്ലാം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് ഞാനൊരു 2 കപ്പ് എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ ഈ ഒരു കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ടുണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ഇതുണ്ടല്ലോ നമ്മുടെ എപ്സം സാൾട്ടാണ് കേട്ടോ, അതായത് മാഗ്നീഷ്യം സൾഫേറ്റ്. ഇത് നമുക്ക് ഇത് ഏകദേശം ഒരു 5 ഗ്രാമോ ഒരു 8 ഗ്രാമോ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ ഈ ഒരു വളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുണ്ടല്ലോ ഈ ഒരു എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മെയിനായ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് തീരെ വളമില്ലാതെ ആകുമ്പോൾ ചെടികൾ ഇങ്ങനെ അതിൻ്റെ ലീഫൊക്കെ ഒരു മഞ്ഞ കളറിൽ നിൽക്കും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മാറി നല്ല അതായത് കരുത്തിൽ പച്ച കളറിൽ വരും കേട്ടോ നമ്മുടെ ചെടീൻ്റെ ലീഫ്. അതിനുവേണ്ടിയാണ് നമ്മളത് കുറച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഒരു വളത്തിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു 4-5 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഉണ്ടല്ലോ നമ്മളിങ്ങനെ വളം അതായത് ഇത് നേർപ്പിച്ച് കഴിയുമ്പം ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ. ഇങ്ങനെ ലൂസായിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കട്ടയായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വളം ഉണ്ടല്ലോ
നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ചെടിയും നല്ല എല്ലാ ചെടികൾക്കും കൊടുക്കാം. അതായത് പ്രത്യേകിച്ച് പൂക്കളൊന്നും ഇടാതെ ഇങ്ങനെ നിൽക്കുന്ന ചെടികളുണ്ടല്ലോ, അപ്പം ഇതിനൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചെടിയുടെ ചുവടുവശം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് മഴയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ചെടീനെയൊക്കെ നന്നാക്കി എടുക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ, പിന്നെ കുറേ നാളുകളായിട്ട് നമ്മളൊരു പോട്ടിൽ തന്നെ വെച്ചേക്കുന്ന ചെടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണ് എടുത്ത് നമ്മളൊന്ന് മാറ്റിയതിന് ശേഷം പിന്നീടുണ്ടല്ലോ കുറച്ച് വളങ്ങൾ ചേർത്ത് മണ്ണ് ഇട്ടിട്ട് നമ്മുടെ പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ നമ്മൾ പുതിയതായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, പുതിയൊരു പോട്ടി മിക്സർ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ചെടികൾ ഒന്നും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഇതുപോലെ നിൽക്കുന്ന ചെടിയുടെ ചുവട്ടിലേക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ, നമ്മൾ ഈ കാണിച്ചു തരുന്ന ഓരോ വളപ്രയോഗങ്ങളും ഇതുപോലെ ഇങ്ങനെ മാറി മാറി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചെടികളിൽ നല്ലോണം പൂക്കളുണ്ടാകും കേട്ടോ. അതായത് ഞാൻ എന്താണോ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് അത് കൃത്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേ രീതിയിലൊക്കെ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിറച്ച് നമ്മുടെ ചെടികളിൽ പൂക്കൾ വരും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇനി അങ്ങോട്ട് നിറച്ചും എന്താ പറയുക, നമ്മൾ നല്ല കെയറിങ് കൊടുക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സമയത്ത് നിറച്ച് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടികളിൽ പൂക്കൾ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണെന്നറിയാമോ, അപ്പോൾ നമ്മളിങ്ങനെ ചെടികളെക്കുറിച്ചുള്ള ഓരോരോ അറിവുകൾ പറഞ്ഞു തരുമ്പം അത് ഫോളോ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് ചെടികൾ അതായത് കൊണ്ട് നടക്കാനായിട്ട് പറ്റും. അപ്പം അതുപോലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.